ഒരിടവേളയ്ക്ക് ശേഷം മണിപ്പൂരിൽ വീണ്ടും സംഘർഷം ഉടലെടുക്കുകയാണ്. ഉപമുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് നാഗാ വിഭാഗം രംഗത്തെത്തി. 24 മണിക്കൂർ ബന്ദിനും നാഗാ വിഭാഗം ആഹ്വാനം ചെയ്തിട്ടുണ്ട്. നേരത്തെ കൊല്ലപ്പെട്ട 6 പേരുടെ ശരീരഭാഗങ്ങൾ കണ്ടെത്തിയിരുന്നു. വിഷ്ണു പ്രസാദ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. വിഷ്ണു, വീണ്ടും മണിപ്പൂരിൽ അസ്വസ്ഥതകൾ, അശാന്തി പുകയുകയാണോ? മോത്തി, തീർച്ചയായും. കാരണം നേരത്തെ, അതായത് മെയ് 13-ാം തീയതി ഈ കുക്കി വിഭാഗത്തിൽപ്പെട്ട 3 വൈദികരെ ഈ നാഗാ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ കൊലപ്പെടുത്തിയിരുന്നു. അതിനുശേഷമാണ് നാഗാ വിഭാഗവും കുക്കി വിഭാഗവും എതിർചേരിയിൽപ്പെട്ട ആളുകളെ തട്ടിക്കൊണ്ടു പോകുന്നത് ആരംഭിച്ചത്. തുടർന്ന് മെയ് 15-ാം തീയതി നടത്തിയ ഒരു സംയുക്ത ആഹ്വാനത്തിന്റെ ഭാഗമായി 14 വീതം പേരെ നാഗാ വിഭാഗവും കുക്കി വിഭാഗവും വിട്ടയക്കുകയും ചെയ്തു. പക്ഷെ അതേസമയം തന്നെ നാഗാ വിഭാഗത്തിൽപ്പെട്ട 6 പേരെ കുറിച്ച് യാതൊരു വിവരവും ഉണ്ടായിരുന്നില്ല. ശേഷിച്ച 14 പേരെ പിന്നീട് കുക്കി വിഭാഗത്തിൽപ്പെട്ട 14 പേരെ പിന്നീട് നാഗാ വിഭാഗം ചൊവ്വാഴ്ച വിട്ടയക്കുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് വലിയൊരു സെർച്ച് ഓപ്പറേഷൻ കുക്കി ഭൂരിപക്ഷ മേഖലയിൽ നടന്നിട്ടുള്ളത്. കാങ്മോപി ജില്ലയിലുള്ള ഈ ഭൂരിപക്ഷ മേഖലയിൽ നടക്കുകയും തുടർന്ന് ഈ പരിശോധനയിൽ 6 പേരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. ഇത് നാഗാ വിഭാഗത്തിൽ നിന്ന് കാണാതായ ആളുകളുടേതാണ് എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ വലിയ പ്രതിഷേധങ്ങൾക്കാണ് നാഗാ വിഭാഗം മണിപ്പൂരിൽ ആഹ്വാനം ചെയ്തിരിക്കുന്നത്. നാഗാ വിഭാഗത്തിന് ഭൂരിപക്ഷമുള്ള മേഖലകളിലെല്ലാം തന്നെ 24 മണിക്കൂർ ബന്ദിനാണ് ആഹ്വാനം ചെയ്തിട്ടുള്ളത്. മാത്രമല്ല, ഈ കുക്കി വിഭാഗവുമായി ബന്ധപ്പെട്ട സംഘടനകളെ നിരോധിക്കണം, അവരെ തീവ്രവാദ സംഘടനയായി പ്രഖ്യാപിക്കണമെന്നൊരു ആവശ്യം നാഗാ വിഭാഗം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ കൊലപാതകത്തിന് പിന്നിലുള്ളവരെ കണ്ടെത്തി നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന ആവശ്യവും മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഏതായാലും പ്രതികൾക്ക് വേണ്ടിയുള്ള ഒരു അന്വേഷണം ഇപ്പോഴും തുടരുകയാണ്. പക്ഷേ ഈ 6 പേരെ കൊലപ്പെടുത്തി എന്ന് പറയുമ്പോൾ 1 മാസമായി ഈ 6 പേരെ കുറിച്ച് യാതൊരു വിവരവും പോലീസിനുണ്ടായിരുന്നില്ല. ഇവരെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ നടന്നു വരികയായിരുന്നു. ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് നാഗാ വിഭാഗവും കുക്കി വിഭാഗവും തമ്മിലുള്ള സംഘർഷം മണിപ്പൂരിൽ വീണ്ടും ഉണ്ടാകുന്നത്. വലിയൊരു ഇടവേള എടുത്തു. കാരണം 1991 90-കളിലാണ് വലിയ രീതിയിൽ കുക്കി നാഗാ വിഭാഗങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായത്. ഏറ്റവും ഒടുവിൽ 2022-ൽ ആരംഭിച്ച സംഘർഷം പോലും മെയ്തൈ കുക്കി വിഭാഗങ്ങൾ തമ്മിലായിരുന്നു. ഇപ്പോൾ ആ ഇരു വിഭാഗങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങൾക്ക് ഒരു അയവ് വന്നപ്പോൾ ഇപ്പോൾ നാഗാ വിഭാഗവുമായാണ് ഇപ്പോൾ കുക്കി വിഭാഗത്തിന് കൂടുതൽ പ്രശ്നങ്ങൾ.